കണ്ണൂർ ജില്ലയിലെ അമ്മൂപ്പറമ്പ് എന്ന പ്രസിദ്ധമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്ഥലം എന്നതിലുപരി ഒരു ആരാധനാ സ്ഥലം എന്നുകൂടി പറയേണ്ടി വരും. കണ്ണൂർ തലശ്ശേരി റോഡിൽ തോട്ടടയിലാണ് ഈ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുന്ന് ഒരു റോഡ് ക്രോസ് ആയിട്ടുള്ളൊരു റോഡ് കയറിയിട്ടും അമ്മൂപ്പറമ്പിലെത്താം. ഇതിൽ പോയിട്ടുള്ളവർ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് വിളക്കുകളും മറ്റും ഈ തുറസായ സ്ഥലത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ അതൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല എന്നാണ് പറയുന്നത്. അത്രയും വിശ്വാസമുള്ള ഒരു ശക്തിയുള്ള സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. നേരെ കാണുന്ന ഈ റോഡ് ചെല്ലുന്നത് കണ്ണൂർ തലശ്ശേരി ഹൈവേയിലേക്കാണ്. തോട്ടടക്ക് തൊട്ട് മുമ്പുള്ള സ്ഥലമാണിത്. ഈ റോഡിലൂടെ നേരെ ചെന്നെത്തുന്നത് ചാല എന്ന സ്ഥലത്താണ്. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ചാല എന്ന സ്ഥലത്താണ്. ചാല ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് എത്തിച്ചേരുക. ഇതിന് വശത്ത് നിറയെ കൊന്ന തൈകൾ, നല്ല തളിർത്ത് നിൽക്കുന്ന കൊന്ന തൈകൾ കാണാം. ഈ സമയത്ത് പൂക്കളുണ്ടാവില്ല. അർച്ചന നടത്തിയ പൂക്കൾ ചെമ്പരത്തിയും കോളാമ്പിപ്പൂ, അതുപോലെ അതിനപ്പുറത്ത് തുളസിമാല കാണാം. ഇവിടെ ഇത് കണ്ടോ, ചന്ദനത്തിരി കത്തിച്ച് വെച്ച വലിയ 2 ചെടിച്ചട്ടികളിലാണ് ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നത്. ഇത് ഹൈവേക്ക് തൊട്ടിട്ടുള്ള സ്ഥലമാണ്. ചുറ്റും വലിയ ഓഫീസുകളും ടാറ്റയുടെ ഒരു വർക്ക്ഷോപ്പ് തൊട്ടിപ്പുറത്ത് കാണാം. അതുപോലെ വലിയ ഫ്ലാറ്റ് സമുച്ചയം വരുന്നുണ്ട്. അതുപോലെയുള്ള വൻകിട കെട്ടിടങ്ങളും വീടുകളും ഒക്കെയുള്ള ഒരു പ്രദേശത്താണ് ഇത്രയധികം ഭൂമി കാലിയായി കിടക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, അതിനത്രയേറെ പരിപാവനത ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പാലവർഗത്തിൽപ്പെട്ട ഒരു മരം ഇവിടെ കാണാം. ഇതിൻ്റെ തടിമരം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് എത്രത്തോളം പ്രായമുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ അനുമാനിക്കാൻ കഴിയും. ചുറ്റും ഒറ്റപ്പെട്ട മരങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ഒരു പച്ചപ്പ് പിടിച്ച ഇത് കണ്ടോ, പുൽത്തകിടിയും അതുപോലെ ഒറ്റപ്പെട്ട ചില മരങ്ങളും മാത്രമേ ഇവിടെയുള്ളൂ. ഈ പാറക്കും എന്തോ ഒരു ചൈതന്യമുള്ളതായി തോന്നുന്നുണ്ട്. കാരണം ഇവിടെയും നൈവേദ്യം സമർപ്പിച്ചതായി കാണുന്നു. ചാല ഭഗവതിയുടെ ആരൂഢസ്ഥാനായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കൂടൻകുരിക്കന്മാർ, മുണ്ടയോടുള്ള കൂടൻകുരിക്കന്മാർ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് കൂടൻ ഗുരുനാഥൻ ചരിത്രത്തിൽ, ഐതിഹ്യത്തിൽ ഈ അമ്മൂപ്പറമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ദേവീ ചൈതന്യം കുടികൊള്ളുന്ന മരമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ല. ആരോടാണെന്ന് ചോദിക്കാമെന്ന് അറിയില്ല. ഇതിൻ്റെ ചരിത്രം, ഐതിഹ്യമൊക്കെ ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ചോദിക്കായിരുന്നു. പക്ഷേ ഇവിടെ ആരെയും കാണാനില്ല. ഈ കല്ലുകൾക്ക് താഴെ ഒരു, നമ്മൾ പണ്ട് കൂനനുറുമ്പ് എന്നാണ് പറയുക, കുട്ടിക്കാലത്തൊക്കെ ധാരാളമായി കാണുന്ന ഒരു ഉറുമ്പിൻ പറ്റമാണിത്. കറുത്ത ഉറുമ്പുകൾ. ഇവയുടെ ഒരു പ്രത്യേകത, മണ്ണിനടിയിൽ നിന്ന് മണ്ണ് തരിതരിയായി പുറത്തേക്ക് അരിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൂനകളുണ്ടാക്കും. അപ്പോൾ നമ്മൾ പണ്ട് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഈ മണ്ണ് വീണ്ടും ഇതിൻ്റെ ഈ ഉണ്ടാക്കിയ ദ്വാരത്തിലേക്ക് വീണ്ടും തിരിച്ചിടും. അപ്പോൾ ഉറുമ്പുകൾ പിന്നെയും ഇത് കഷ്ടപ്പെട്ട് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ പഴയ കല്ലുകൾ ഇവിടെ, എനിക്ക് തോന്നുന്നത് ഇത് പണ്ടൊരു ക്ഷേത്രസ്ഥാനം തന്നെയായിരിക്കും. ക്ഷേത്രം തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അത് പിന്നെ എന്തോ കാരണത്താൽ ഇതൊക്കെ പൊളിഞ്ഞു പോയി. പിന്നീട് ഇതിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലമായി കിടക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ട, ആളും ജനവും ഇല്ലാത്ത ഒഴിഞ്ഞ പറമ്പ്. ഈ ഒരു ബന്ധവസ്തുവില്ലാതെ ധാരാളം നിലവിളക്കുകളിങ്ങനെ ഇവിടെ വെച്ചിട്ട് കാണാം. ഇതൊന്നും ആരും ഇവിടെ വന്നിട്ട് എടുത്തുകൊണ്ടുമില്ല. അവിടെ ഒരു കണ്ണാടിക്കൂട്ടിനുള്ളിൽ വലിയ ഒരു നിലവിളക്കും അതുപോലെയുള്ള വേറെ 1-2 വിളക്കുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഈ സ്ഥാനത്തായിരിക്കണം പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നത്. അവിടെയായിരിക്കും ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ഥാനം സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്.
ഈ മരത്തിൻ്റെ അപൂർവമായ ഈ മരത്തിൻ്റെ പൂർണ്ണമായ വ്യൂ ആണിത്. പാലവർഗത്തിൽപ്പെട്ട ഒരു മരമാണിത് എന്നാണ് തോന്നുന്നത്. ഇത് ചില ക്ഷേത്രങ്ങളിൽ ഇത് കാണാറുണ്ട്. ഇവിടെ ഒരു ആൽമരം കാണാം. ഈ കണ്ണാടിക്കൂടിലെ വിളക്കിന് തൊട്ടപ്പുറത്ത് ഒരു കാട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം കാണാം. ഇവിടെ തീർച്ചയായും ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കണം പണ്ട് കാലത്ത്, അഥവാ ഒരു ക്ഷേത്രക്കുളമോ മറ്റെന്താണെന്ന് തോന്നുന്നുണ്ട്. ഫുള്ളായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഭാഗത്തായിട്ടൊരു സ്റ്റേജ് പോലെ ഒരു സംഭവം എടുത്തിട്ട് കാണുന്നുണ്ട്. അപ്പം കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനുള്ള ഒരു സംവിധാനമായിരിക്കണം ഇത്. ചിറക്കൽ രാജാവിനെ മുഖം കാണിച്ച് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് കൂടൻ രായരനും 2 കാരണവന്മാരും ചങ്ങാതിയുമൊക്കെ തിരിച്ചു വരുന്ന വഴി അമ്മുപറമ്പ് വഴിയാണ് പോയത് എന്നാണ് അതിൽ പറയുന്ന ഐതിഹ്യം. തോറ്റങ്ങളിലൊക്കെ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് കൂടൻ രായരൻ ഉൾപ്പെട്ട സംഘം ഒരു വലിയ സർപ്പം, ഒരു ചെറു സർപ്പത്തെ വിഴുങ്ങുന്നതായി കാണുന്നത്. അപ്പോൾ അദ്ദേഹം മാന്ത്രിക വിദ്യയാൽ ഈ 2 സർപ്പങ്ങളെയും വേർപെടുത്തുകയും ഇവയെ മാവിലായി മുണ്ടയോടുള്ള കൂടൻകുരിക്കന്മാർ ക്ഷേത്രത്തിന്, ഇപ്പോഴത്തെ കൂടൻകുരിക്കന്മാർ ക്ഷേത്രം, പണ്ട് പഞ്ചമൂർത്തികളുടെ കാവായിരിക്കണം, അതിന് തൊട്ടുള്ള വള്ളിക്കെട്ടിൽ ഈ നാഗങ്ങളെ കുടിയിരുത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നാഗങ്ങളെ, സർപ്പങ്ങളെ കണ്ട സ്ഥലമാണ് ഈ അമ്മുപറമ്പ് എന്ന് കൂടൻകുരിക്കന്മാരുടെ തോറ്റത്തിലും ഐതിഹ്യത്തിലുമൊക്കെ പറയുന്നുണ്ട്. അത്രയേറെ പഴക്കവും പുരാതനവുമായ ഒരു ക്ഷേത്ര സന്നിധിയാണ് ഈ അമ്മുപറമ്പ്. ചാല ഭഗവതിയുടെ ആരൂഢമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.